യങ്ജു ആണ് ആംബുലൻസ് വിളിച്ച് ഡോക്ടർ ചോയിയെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടുന്നത്. അന്ന് രാത്രി കിടക്കുമ്പോൾ സേയോക്ക് പഴയ കാര്യങ്ങൾ ഓർക്കും. സേയോക്ക് റെസിഡൻസി ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർ ചോയ് ജോയിൻ ചെയ്യുന്നു എന്ന് നോട്ടീസ് ബോർഡിൽ അവൾ കാണും. ഇത് അറിഞ്ഞു കഴിയുന്നുണ്ട് ഡോക്ടറിനെ കാണാനായിട്ട് ഇവൾ ഓടി വരും. ഡോക്ടർ ചോയ് ജോയിൻ ചെയ്യാൻ വരുമ്പോൾ തന്നെ ആദ്യം കേൾക്കുന്നത് സേയോക്കിനെ പറ്റിയാണ്. ഡോക്ടറിനെ പോലെ തന്നെ സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അതും. അതുകൊണ്ട് തന്നെ എല്ലാ എക്സാംസും ബാക്കിയുള്ളവരെക്കാട്ടിലും മുമ്പിൽ പാസ്സായിട്ട് ഇവിടെ ജോയിൻ ചെയ്യാൻ വന്നതാണ്. ആളൊരു ജീനിയസ് ആണ്. സർജറി ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ആള് ഒരു പിരി ലൂസാണ്. പെരുമാറ്റമൊക്കെ അങ്ങനെയാണ്. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്നാണ് കേൾക്കുന്നത്. ഇതൊക്കെ പറഞ്ഞ് ഇവര് റൂമിലേക്ക് വരുമ്പോൾ തന്നെ സേയോക്ക് അവിടെ നിൽപ്പുണ്ട്. ഡോക്ടർ വന്നതാണ് ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി മുതൽ എല്ലാ ദിവസവും ഇവിടെ കാണുമോ എന്നൊക്കെ ഇവള് ചോദിക്കും. ഇവരാണെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. മറ്റേ ഡോക്ടർ പോവാണെന്ന് കാണിച്ചിട്ട് പോകും. പിന്നെ ആളാണെന്ന് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ചോദിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ എന്ത് അത്യാവശ്യത്തിനാണ് ഇവിടേക്ക് വന്നതെന്ന്. അപ്പോൾ അവൾ പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടും. ഇവളാണെങ്കിൽ എന്നിട്ട് നേരത്തെ അവിടെ കയറി പരിചയമുള്ള കൂട്ട് അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം തൊട്ടും പിടിച്ചൊക്കെ നോക്കുന്നുണ്ട്. ഡോക്ടർക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് ഒരു പേപ്പർ എടുത്ത് ഡോക്ടറെ കയ്യിൽ കൊടുത്തിട്ട് ഇതൊന്ന് കറക്റ്റ് ചെയ്ത് തരണം എന്ന് പറയും. അവർക്ക് എല്ലാ ദിവസവും അവിടെ ക്വിസ് ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ ആ ക്വിസിന്റെ പേപ്പറാണ് നോട്ടീസ് ബോർഡിൽ വെക്കുന്നതാണിത്. യൂഷ്വലി ആരും അതൊന്നും ചെയ്യാറില്ല. ഇവളാണ് എല്ലാ ദിവസവും അത് പോയി സോൾവ് ഒക്കെ ചെയ്യുന്നത്. ആ പേപ്പറാണ്. ഡോക്ടറിനോട് ചോദിക്കാതെ ഇവർ വാങ്ങിച്ചുകൊണ്ട് വെച്ച സ്നാക്സ് ഇവളെടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങും. എന്നിട്ട് ഇങ്ങനെ പറയും ഡോക്ടറുടെ എല്ലാ സെമിനാർസും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എല്ലാ റിസർച്ച് പേപ്പേഴ്സും ഞാൻ വായിച്ചിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ കാണാതെയും പഠിച്ചിട്ടുണ്ടെന്ന് പറയും. ഡോക്ടറിനാണെങ്കിൽ മൊത്തത്തിൽ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇയാൾക്ക് എന്താ അത്രയ്ക്കും സമയമുണ്ടോ? ആവശ്യമില്ലാതെ എന്തിനാണ് സമയം കളയുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് ചോദിക്കും. ആര് പറഞ്ഞു? അതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എഴുതിയേക്കുന്ന പേപ്പേഴ്സാണ്. ഞാൻ അതിൽ നിന്നൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു എന്ന് അറിയാവോ എന്നൊക്കെ ചോദിച്ചിട്ടിങ്ങനെ ഇവളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇവളുടെ മൊത്തത്തിലുള്ള പെരുമാറ്റവും സംസാരവും എല്ലാം കാണുമ്പോൾ തന്നെ കേട്ടതിൽ എന്തൊക്കെയോ കാര്യമുണ്ടെന്ന് ഡോക്ടർക്ക് മനസ്സിലാവും. അന്നേരം തന്നെ ഇത് ക്വിസ് കറക്റ്റ് ചെയ്തിട്ട് ഇവളുടെ കയ്യിൽ തിരിച്ചു കൊടുക്കും. വേറെ ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇവൾ അവിടുന്ന് പോകും. സേവന് അന്ന് രാത്രി കിടന്നിട്ട് ഉറക്കമൊന്നും വരുന്നില്ല. ആ ക്വിസിന്റെ പേപ്പറിൽ ഡോക്ടർ പെർഫെക്റ്റ് എന്നാണ് എഴുതി കൊടുത്തേക്കുന്നത്. ഇത് നോക്കി കുറേ നേരം ചിരിച്ചുകൊണ്ട് തനത്താനെ കിടക്കും ഇവള്. അവിടുന്ന് ഡോക്ടറിനെ കാണാനായിട്ട് വരും. അപ്പൊ രാത്രിയിൽ ഡോക്ടർ പോകാനായിട്ട് ഇറങ്ങിയ സമയത്താണ് എന്ത് പറ്റി ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് ഡോക്ടർ എല്ലാം പഠിപ്പിച്ചു തരണം. ഡോക്ടറിന് എന്തെല്ലാം അറിയാമോ അത് മുഴുവൻ എനിക്ക് പഠിപ്പിച്ചു തരണം. ഒന്നും എൻ്റെ അടുത്ത് നിന്ന് ഒളിച്ചു വെക്കരുത്. എല്ലാ കാര്യവും പഠിപ്പിച്ച് ഡോക്ടറിനെ പോലെ തന്നെ എനിക്ക് ആവണം എന്നൊക്കെയാണ് ഇവള് പറയുന്നത്. ഒരു മാനിയാക്കിനെ പോലെയും എന്നാൽ അതേസമയം പാഷനേറ്റ് ആയിട്ടുമാണ് ഇവള് സംസാരിക്കുന്നത്. ഇതേ കാര്യങ്ങൾ ഡോക്ടർ ചോയ് മിസ്സസ് റായുടെ അടുത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടി എന്നോട് പറഞ്ഞത് ഓപ്പറേഷൻ തിയേറ്ററിൽ മരിക്കാനാണ് ആ കുട്ടിക്ക് ഇഷ്ടം എന്നാണ്. അത് കേട്ടപ്പോൾ ഞാൻ ആ പ്രായത്തിൽ എന്നെ തന്നെ ഓർത്തു. ഞാനും അന്ന് അതുപോലെ ആയിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ്. പിന്നെ ആ കുട്ടിയോട് ഒരു പ്രത്യേക സ്നേഹവും കരുതലും ഉണ്ടെന്ന് എനിക്ക് നിങ്ങളുടെ വർത്തമാനത്തിൽ നിന്ന് തോന്നുന്നു എന്ന് മിസ്സസ് റാ പറയും. ഇയാൾ പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ അല്ല എന്ന് പറഞ്ഞിട്ട് അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഡോക്ടർ ചോയ് ഡോക്ടർ ഹാനിനെ കാണാനായിട്ട് വരും. നിങ്ങളാണല്ലേ സിയോക്കിനെ സർജറിക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങൾ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. നിങ്ങൾക്ക് നല്ല പൈസ കിട്ടുന്നുണ്ടായിരിക്കുമല്ലോ. പിന്നെ എന്താ ഇത്രയും ചെറിയ ക്ലിനിക്കും കൊണ്ടിരിക്കുന്നത്? രക്ഷപ്പെടാനൊന്നും ഉള്ളതൊന്നും കിട്ടുന്നില്ലേ എന്നൊക്കെ കളിയാക്കിയൊക്കെ സംസാരിക്കും. ഇങ്ങനെ സംസാരിക്കുന്ന ആളുകളെ എനിക്ക് ഇഷ്ടമല്ല എന്ന് ഹാൻ പറയുന്നുണ്ട്. എനിക്ക് സേയോക്കിനെ കൊണ്ട് ആവശ്യമുണ്ട്. സേയോക്ക് വേണം എൻ്റെ സർജറി ചെയ്യാനായിട്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവളെ അന്വേഷിച്ച് വന്നത്. അവളുടെ മെഡിക്കൽ ലൈസൻസ് എങ്ങനെയായാലും തിരിച്ച് വാങ്ങിച്ചു കൊടുക്കാനുള്ളതൊക്കെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ പോകുന്നത്. ഒത്തിരി കളിയാക്കി സംസാരിക്കുന്നുണ്ടെങ്കിലും ഡോക്ടർ ചോയുടെ അവസ്ഥ ഹാനിന് മനസ്സിലാവും. അങ്ങനെ വന്നിട്ട് സേയോക്കിനടുത്ത് സംസാരിക്കും. ഒരു സർജറി എന്തായാലും സേയോക്ക് ചെയ്യുവാണെങ്കിൽ ഒരു ധൈര്യമായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അന്വേഷിച്ച് വന്നത്. അത് ചെയ്തു കൂടുകയും ചോദിക്കുമ്പോൾ എന്തിനാണ് ഞാൻ അയാൾക്ക് ചെയ്തു കൊടുക്കുന്നതെന്നാണ് ഇവൾ തിരിച്ചു ചോദിക്കുന്നത്. മെഡിക്കൽ ലൈസൻസ് തിരിച്ചു കിട്ടുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം? എനിക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പിന്നെ ചെയ്യാനായിട്ട് പറ്റുമോ? എവിടെയെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമോ? അതൊന്നും ഇല്ലല്ലോ. അയാളുടെ ഓപ്പറേഷൻ മാത്രമേ നടത്താനായിട്ട് പറ്റുള്ളൂ. അത് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയും. ഇനി ഇതിനെപ്പറ്റി എന്നോട് ആരും സംസാരിക്കേണ്ടെന്ന് ഡോക്ടർ ഹാനിൻ്റെ അടുത്തും യങ്ജുവിൻ്റെ അടുത്തും തീർത്ത് പറഞ്ഞിട്ടാണ് ഇവൾ പോകുന്നത്. ഇതെല്ലാം പറഞ്ഞിട്ടും സേവകന്റെ ദേഷ്യം തീരത്തില്ല. അപ്പം രാത്രിയിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന സർട്ടിഫിക്കറ്റ്സും എല്ലാം കൊണ്ടുവന്ന് കത്തിക്കും. എന്നിട്ട് യങ്ജുവിൻ്റെ അടുത്ത് പറയും അകത്ത് വേറൊരു ബോക്സും കൂടി ഇട്ടിട്ടുണ്ട്, അതും കൂടി എടുത്തോണ്ട് വന്ന് നീ ബാക്കിയും കൂടി കത്തിക്കാനായിട്ട് പറയും. അപ്പം അവൻ എടുത്തോണ്ട് വന്ന് കത്തിക്കുമ്പോഴത്തേക്കും നോക്കുന്നുണ്ടെ ഇവക്ക് പണ്ട് ഡോക്ടർ ചോയ് പെർഫെക്റ്റ് എന്നൊക്കെ എഴുതി കൊടുത്ത ആ ക്വിസിൻ്റെ കുറേ പേപ്പേഴ്സും പിന്നെ ഇവളുടെ സർട്ടിഫിക്കറ്റ്സ് കുറച്ച് ബാക്കിയുള്ളതും അതൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് നിന്ന് അവനൊരു ഫോട്ടോ കിട്ടും. ആ ഫോട്ടോയിൽ ഇവളുണ്ട്, ഡോക്ടർ ചോയ് ഉണ്ട്, വേറൊരു നേഴ്സ് നിൽപ്പുണ്ട്. അതിൽ നല്ല ചിരിച്ചുകൊണ്ടാണ് എല്ലാവരും നിൽക്കുന്നത്. ഇവൻ ഈ നേഴ്സിനെ അന്വേഷിച്ച് പോകും. ആ നേഴ്സ് ഇപ്പോൾ വയ്യാതെ ഒരു ഹോസ്പിറ്റലിലാണ്. ഈ ഫോട്ടോ കാണുന്ന തന്നെ അവർക്ക് ഓർമ്മ വരും. ആദ്യം ഡോക്ടർ ചോയ്ക്ക്
സേവകനെ ഭയങ്കര കാര്യമായിരുന്നു. ഓപ്പറേഷനൊക്കെ സേവകനെ ആയിരുന്നു വിളിക്കുന്നത്. രണ്ടുപേരും ഏകദേശം ഒരേപോലെ സ്വഭാവമുള്ള ആളുകളായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞു തുടങ്ങും. ആ സംഭവത്തിന് ശേഷമാണ് എല്ലാം തകിടം മറിഞ്ഞതെന്നാണ് പറയുന്നത്. എന്താ സംഭവം എന്ന് വെച്ചാൽ ബോസ്റ്റണിലേക്ക് റിസർച്ചിന് പോകാനായിട്ട് 2 കുട്ടികളെ സെലക്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും വിചാരിച്ചു വെച്ചേക്കുന്നത് എന്തായാലും അത് സേവക്കായിരിക്കും എന്നാണ്. അങ്ങനെ ഇവർ വന്ന് ലിസ്റ്റ് നോക്കുമ്പോൾ പക്ഷേ വേറൊരു കുട്ടിയുടെ പേരാണ് അവിടെ. ഇവള് അത് കണ്ട ഉടനെ തന്നെ ദേഷ്യത്തില് ഡോക്ടർ ചോയുടെ റൂമിലേക്ക് ചെല്ലും. എന്തുകൊണ്ടാണ് എന്റെ പേരില്ലാത്തതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും ഇയാൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ ആ റൂമിൽ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു. അത് ഇവള് കാണുന്നില്ല. എന്തുകൊണ്ടാണ് എന്നെ വിടാതെ ആ മണ്ടനെ വിടാനായിട്ട് തീരുമാനിച്ചത്? അവർ കൊണ്ടുവന്ന് പൈസ തന്നോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം ഈ സെലക്ട് ചെയ്ത കുട്ടിയുടെ അമ്മയാണ് അവിടെ ഇരിക്കുന്നത്. അവരോട് ക്ഷമ ചോദിക്കാനായിട്ട് ഡോക്ടർ ജോയ് പറയും. നിങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. പക്ഷേ നിങ്ങൾ ഇതിന് കാരണക്കാരിയാണ്. നിങ്ങളുടെ മോൻ ഒരു മണ്ടനാണ്. അവിടെ പോകാൻ അർഹനല്ല. ഞാനായിരുന്നു അതിന് അർഹ. അപ്പൊ നിങ്ങളുടെ മോന് ആ ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പൈസ കൊടുത്ത് വാങ്ങിച്ചതായിരിക്കും. ഇങ്ങനെ അത് ചെയ്യരുതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എന്നൊക്കെ ചോദിച്ചിട്ട് വീണ്ടും അവരോട് ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. ഞാൻ പോയിട്ട് പിന്നീട് വരാമെന്ന് ഇവര് ഡോക്ടർ ചോയുടെ അടുത്ത് പറയുമ്പോഴത്തേക്കിനും ഡോക്ടർ ചോയ്ക്ക് ഇവരോട് ഇങ്ങനെ സംസാരിച്ചല്ലോ എന്നുള്ള ദേഷ്യത്തിന് ഇവക്കിട്ട് ഒറ്റ അടി കൊടുക്കും. ആരോട് എന്താണ് സംസാരിക്കുന്നതെന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അടിക്കുന്നത്. ഇനിയും നീ ഒരു സർജറിയും ചെയ്യാതിരിക്കാനായിട്ട് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിലാണ് ഡോക്ടർ ചോയ് അവളെ പറഞ്ഞു വിടുന്നത്. പറഞ്ഞ കൂട്ട് പിന്നീട് ഏകദേശം 1 വർഷത്തോളം ഇവളെ എല്ലാവരും അവിടെ ഇൻവിസിബിൾ ആയിട്ടാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഓപ്പറേഷനും ഇവളെ കയറ്റിയിട്ടില്ല. അങ്ങനെ ഏകദേശം 1 വർഷം കഴിയുമ്പോൾ ഡോക്ടർ ചോയ്ക്ക് ഒരു കോൺഫറൻസിന് പോകേണ്ടി വരും. അപ്പോൾ വേറൊരു ഡോക്ടറിന് ഒരു സർജറി വരും. അയാൾ കഷ്ടം തോന്നിയിട്ട് ഇവളെ സർജറി ചെയ്യാനായിട്ട് സമ്മതിക്കും. പക്ഷെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഇതെല്ലാം തീർന്നിട്ട് ഡോക്ടർ ചോയ് അവിടേക്ക് വരും. എന്നിട്ട് ഇവളുടെ അടുത്ത് ഓപ്പറേഷൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറയും. എന്ത് ചെയ്താലും അവൾ സഹിക്കും. പക്ഷെ അവളുടെ സർജറി വേറൊരാൾക്ക് കൊടുക്കുന്നത് മാത്രം അവൾ സഹിക്കത്തില്ലെന്ന് ഡോക്ടർ ചോയ്ക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇത് എന്റെ പേഷ്യന്റ് ആണ്. ഞാൻ സർജറി ചെയ്തു തുടങ്ങിയത് ഇന്ന സമയത്താണ് തീർക്കാനായിട്ട് പോകുന്നത് എന്ന് അവൾ പറയും. എന്നിട്ട് അതുവരെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് അതും മുഴുവൻ പറഞ്ഞു എത്തിക്കും. അതുകൊണ്ട് തന്നെ ഇത് തീർത്തിട്ടേ ഞാൻ ഇവിടുന്ന് ഇറങ്ങൂ എന്ന് പറയും. അപ്പം സേവകനെ പിടിച്ച് പുറത്താക്കാനായിട്ട് വീണ്ടും പറയും. പ്രശ്നമാവുമെന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അവിടെയുള്ള 2-3 ജൂനിയർ ഡോക്ടേഴ്സ് ഇവളെ പിടിച്ചോണ്ട് പുറത്തേക്ക് പോകും. എന്റെ പേഷ്യന്റ് ആണ്, ഇത് എന്റെ സർജറിയാണ്, എനിക്കിത് തീർക്കണം എന്ന് പറഞ്ഞ് ഇവൾ അലറി വിളിച്ചുകൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞ് ഡോക്ടർ ചോയ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവള് ഡോക്ടറിനെ സ്ട്രാങ്കിൾ ചെയ്ത് കൊല്ലാനായിട്ട് ശ്രമിക്കും. ഇത് കണ്ടിട്ട് എല്ലാവരും ഓടി വന്നിട്ട് ഇവളെ പിടിച്ചു മാറ്റും. അപ്പോൾ ഡോക്ടർ അടുത്ത അടി കൊടുക്കും. നിന്റെ മെഡിക്കൽ ലൈസൻസ് ഞാൻ ഇല്ലാതാക്കും. ഇനി ഒരിക്കലും ഒരു ഓപ്പറേഷൻ തിയേറ്ററിലും നിനക്ക് ഒരു ഹോസ്പിറ്റലിലും ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ ഉറപ്പ് വരുത്തുമെന്ന് അവിടെ വെച്ച് ഡോക്ടർ ചോയ് എല്ലാവരും കേൾക്കെ ഇവളോട് പറയും. ഡോക്ടറിന് ദേഷ്യം വാശിയോയി. നിനക്ക് ഓപ്പറേഷൻ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിനക്ക് തരുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് അതെന്നാണ് പറഞ്ഞിട്ടാണ് ഡോക്ടർ പോകുന്നത്. അതോടുകൂടിയാണ് എല്ലാം പ്രശ്നത്തിലായതെന്ന് ആ നേഴ്സ് പറയും. അതിന്റെ ബാക്കിയായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇവള് അയാളോട് ക്ഷമ ചോദിച്ച് അവിടെ മഴയത്ത് ഒരുപാട് മണിക്കൂർ അയാളെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ ഡോക്ടർ ചോയ് ആണെങ്കിൽ വന്നിട്ട് ഇവളുടെ നേരെ ഇങ്ങനെ നോക്കി കുറച്ചു നേരം അവിടെ നിന്നിട്ട് ഒന്നും മിണ്ടാതെ പോവുകയാണ് ചെയ്യുന്നത്. സേവക ആ മഴയത്തിരുന്ന് പൊട്ടിക്കരയും. ദേഷ്യവും സങ്കടവും എല്ലാം ഉണ്ട്. അവളുടെ ജീവിതം തന്നെ തീർന്നു എന്നുള്ള രീതിക്കാണ് അവൾ അവിടെ ഇരുന്ന് കരയുന്നത്. ആംഗിൾ മോണിറ്റർ ഇട്ട ആള് ഫാർമസിയിലേക്ക് വരും. എന്നിട്ട് സേവകന്റെ അടുത്ത് ചോദിക്കും, ഇന്നലെ അവിടെ എന്തോ സംഭവിച്ചല്ലോ, ആരോ വന്നിട്ടുണ്ടായിരുന്നില്ലേ, അയാൾക്ക് വയ്യാതെയൊക്കെ വന്നല്ലോ. ഇയാള് പക്ഷെ അന്നേരം ദേഷ്യത്തിൽ അവിടെ എന്തോ ഇട്ട് ചവിട്ടുന്നതൊക്കെ കണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആംബുലൻസ് വന്ന് കൊണ്ടുപോയല്ലേ, അതാരായിരുന്നു? എന്തായാലും ഇയാൾക്ക് നല്ല ദേഷ്യമുള്ള ആളാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായി എന്ന് പറയും. ഇവളൊന്നും മിണ്ടാതെ നിൽക്കും. ഇയാളെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് ഇവർക്ക് അപ്പം മനസ്സിലാവും. എന്റെ കൂടെ വരുന്നോ, ഞാൻ സോളിലേക്ക് കൊണ്ടുപോകാന്ന് പറയും. എന്തിനാണെന്ന് ഇവളുടനെ തിരിച്ചു ചോദിക്കും. നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണെന്ന് തോന്നുന്നു, വെറുതെ സോളിലൊക്കെ പോയിട്ട് ഒരു ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് നമുക്ക് തിരിച്ചു വരാമെന്ന് പറയും. പിന്നെ ഈ മോണിറ്റർ എന്റെ കാലിലുള്ളത് കൊണ്ടാണെങ്കിൽ അത് പേടിക്കണ്ട, ഒരാഴ്ച കഴിയുമ്പോൾ ഇത് മാറ്റും, ഉടനെ തന്നെ ഇത് മാറ്റുന്നതായിരിക്കും എന്ന് പറയും. എന്നിട്ട് ഇയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. കാരണം അന്നേരത്തേക്ക് അവിടുത്തെ വേറൊരു സ്റ്റാഫ് വരും. ആ പെൺകുട്ടിയെ കാണുന്നതന്നെയാണ് ഇയാൾ പോകുന്നത്. ഇയാൾ നേരെ ഓപ്പോസിറ്റ് ഉള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ഇയാളുടെ സിസ്റ്ററാണ് അത് നടത്തുന്നത്. അവിടെ ചെന്ന് അവരെ അടിയിടി ഉപദ്രവമാണ്. ഈ സ്റ്റാഫ് ഇത് കണ്ടുകൊണ്ട് അയ്യോ ഇയാൾ എന്നും ഇത് തന്നെയാണല്ലോ എന്ന് പറയും. അപ്പൊ ഇവർ സ്ഥിരം കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻ്റ് ആണത്. അപ്പൊ വാ എനിക്ക് കഴിക്കാനായിട്ട് പോകാൻ സമയമായി എന്ന് പറഞ്ഞിട്ട് ഇവിടെ അങ്ങോട്ടൊക്കെ ചെല്ലും. അപ്പോൾ ഈ പെൺകുട്ടി സമ്മതിക്കത്തില്ല. നമ്മളിപ്പോൾ ചെന്നാൽ പ്രശ്നമാകുമെന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവനൊന്നും ചെയ്യത്തില്ല എന്ന് നമ്മൾ പറയും. പറഞ്ഞുകൊണ്ട് ഇവർ ചെല്ലുമ്പോഴത്തേനും ഇവൻ അടിയൊക്കെ നിർത്തും. ഈ ലേഡിക്ക് നല്ല മുറിവും ചതവൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി ചോദിക്കും നമുക്ക് പോലീസിനെ അറിയിക്കണ്ടേന്ന് ചോദിക്കുമ്പോഴത്തേക്കും സേവക പറയും വേണ്ട, നമ്മളിവിടെ ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഉപദ്രവിക്കത്തില്ല, നമ്മൾ വിളിച്ചാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇതിന് മുമ്പ് എന്താ സംഭവിച്ചത്. പോലീസ് വരുമ്പോൾ ഇവർ പറയും ഞാൻ വീണ് മുറിവ് പറ്റിയാണെന്ന്. വെറുതെ എന്തിനാ നമ്മൾ മെനക്കെടാൻ നിൽക്കുന്നതെന്ന് ചോദിക്കും. അന്നേരം ഇവക്ക് ഡോക്ടർ ഹാൻ്റെ ഒരു കോള് വരും. പെട്ടെന്ന് വരാൻ പറ്റുമോ, ഒരു ഓപ്പറേഷൻ ഉണ്ട്, വരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴത്തേനും ഞാൻ ഇപ്പം തന്നെ എത്താമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ചെല്ലും.
ഇവര് ഫുൾ ഡേ വെയിറ്റ് ചെയ്തിട്ടും പറഞ്ഞ ആൾ എത്തത്തില്ല. അപ്പം പറ്റിച്ചാണെന്ന് മനസ്സിലാവും, എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് രണ്ടുപേർക്കും മനസ്സിലാവും. അങ്ങനെ ഇവര് പോകാനായിട്ട് ഇറങ്ങും. തിരിച്ചിറങ്ങിയിട്ട് ഇവള് കാറിൽ കയറുന്നതിന് മുമ്പ് നോക്കുന്നുണ്ടേ അവിടെ ഡോക്ടർ ചോയ് ഇവിടെ വാച്ച് ചെയ്തുകൊണ്ട് കിടക്കുന്ന കാണും വേറൊരു കാറിൽ. അപ്പം ഡോക്ടർ ചോയ് കാരണമാണ് ഇത് സംഭവിച്ചത് നമുക്ക് മനസ്സിലാവും. അവൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ഡോക്ടർ ചോയ് പറയുന്നത് മെഡിക്കൽ ലൈസൻസ് മാത്രം തിരിച്ചു കിട്ടിയാൽ അയാൾക്ക് പോരാന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ബോസ്റ്റണിൽ റിസർച്ചിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. എൻ്റെ ഓപ്പറേഷൻ ചെയ്തു തന്നാൽ മാത്രം മതി. അതിനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ റെഡിയാക്കി തരാം, റൂം റെഡിയാക്കി തരാം. ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം എന്നോട് പറഞ്ഞാൽ മതി. പിന്നെ ഇയാളിങ്ങനെ ഇല്ലീഗലായിട്ട് ഓരോന്നൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നത് പോലീസുകാർ അറിഞ്ഞാൽ എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് കുറച്ച് വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, അവർ അന്വേഷിച്ചും തുടങ്ങിയിട്ടുണ്ടെന്ന് ഭീഷണിയുടെ സ്വരത്തിൽ കൂടി ഡോക്ടറുകളോട് സംസാരിക്കും. പല രീതിയിൽ സമ്മർദ്ദത്തിലാക്കിയിട്ട് ഞാൻ ചെയ്യും എന്നാണോ നിങ്ങളുടെ വിചാരം? എങ്കിൽ അത് വെറുതെയാണ്. ഞാൻ ചെയ്യാൻ പോകുന്നില്ല. ഇനി അഥവാ ഞാൻ ചെയ്താ നിങ്ങൾക്കറിയാലോ, ഒരൊറ്റ nerve-ന്റെ കാര്യമേ ഉള്ളൂ. നിങ്ങളെ പാരലൈസ്ഡ് ആയിട്ട് കിടത്താനായിട്ട് എനിക്ക് പറ്റും. ഞാൻ അത് ചെയ്തിരിക്കും എന്ന് പറയും. അപ്പോൾ ഇയാൾ തിരിച്ചു പറയുന്നത് നീ ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഒരിക്കലും നിന്റെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് വരത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. അതാണ് എൻ്റെ ധൈര്യം എന്ന് പറയും. നിങ്ങൾക്ക് അതെങ്കിൽ തെറ്റിപ്പോയി, നിങ്ങളോട് ഞാനത് ചെയ്തിരിക്കും എന്ന് ഇവള് വീണ്ടും പറയും. എന്നിട്ടാണ് പോകുന്നത്. അപ്പം മിസ്സസ് ടാ ചോദിക്കും, സെയോക്കിനെ കൊണ്ട് തന്നെ ചെയ്യിക്കണോ? ഒന്ന് സൂക്ഷിച്ചോണം. അത്രയ്ക്കും ദേഷ്യത്തിലാണ് ആ കുട്ടി സംസാരിച്ചത്, അത്രയ്ക്കങ്ങ് വിശ്വസിക്കണ്ട എന്ന് പറയുന്നുണ്ട്. സെയോക്ക് ഫാർമസിയിൽ വരുമ്പോൾ നോക്കുന്നുണ്ടേ യങ്ജോ അവിടെ വാർത്ത കാണുകയാണ്. അപ്പം അതിൽ ഡോക്ടർ ചോയിയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 10ാമത്തെ വർഷവും ഡോക്ടർ ചോയ്ക്ക് തന്നെ ഈ അവാർഡ് കിട്ടുമോ എന്നൊക്കെ ചർച്ച നടക്കുകയാണ്. ഇവളിത് കാണുന്നുണ്ടെ വന്ന് TV ഓഫ് ചെയ്ത് വെക്കും. അപ്പം ഞാൻ കുറച്ച് ന്യൂസൊക്കെ കാണാമെന്ന് വിചാരിച്ചതാണെന്ന് പറയുമ്പോൾ നീ എന്ന് മുതലാണ് ന്യൂസ് കാണാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇവള് ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങും. യങ്ജു സെയോക്കിന്റെ പുറകെ നടന്ന് സമ്മതിപ്പിക്കാനായിട്ട് നോക്കും. നമുക്ക് ഒന്നിച്ചു പോകാം US-ലേക്ക്, എനിക്ക് അവിടെ പോയി പഠിക്കുകയും ചെയ്യാം, സെയോക്കിന് റിസർച്ചും ചെയ്യാം, എന്നിട്ട് നമുക്ക് തിരിച്ചു വന്നിട്ട് എവിടെയെങ്കിലും ജോലി ചെയ്യാനായിട്ട് പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞു നോക്കും. പക്ഷെ അവൾ സമ്മതിക്കത്തില്ല. എവിടെ പോകാൻ? എനിക്കെങ്ങും പോകണ്ട, നിനക്ക് പോകണമെങ്കിൽ നീ പൊക്കോ, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, ഇവിടെ എൻ്റെ ഫാർമസിയൊക്കെ നോക്കി ഞാൻ ഇപ്പം ചെയ്യുന്ന കൂട്ടങ്ങ് മുമ്പിലോട്ട് പൊക്കോളാന്ന് പറയും. എന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് നീയും പോകത്തില്ല, പോകുന്നതിനെ പറ്റി നീ ആലോചിക്കാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവനോട് ദേഷ്യപ്പെടും. ഡോക്ടർ US-ലുള്ള വേറൊരു ഡോക്ടറിനെ വിളിച്ചിട്ട് എന്നാണ് കൊറിയയിലേക്ക് തിരിച്ചു വരുന്നതെന്ന് ചോദിക്കും. ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഇനി വരത്തുള്ളൂ, എന്താണ് പ്രശ്നം? തന്ന മരുന്നൊക്കെ തീർന്നോ? സിംറ്റംസ് ഒക്കെ വഷളായി തുടങ്ങിയോ എന്ന് ചോദിക്കും. കുഴപ്പമില്ല, അത്രയും നാളത്തേക്ക് പിടിച്ചു നിൽക്കാം, പ്രശ്നങ്ങൾ കൂടി വരുന്നു എങ്കിലും സാരമില്ല എന്ന് ഡോക്ടർ തിരിച്ചു പറയും. സെയോക്ക് നോക്കുമ്പോൾ ആംഗിൾ മോണിറ്റർ ഉള്ള ആ ആള് വീട്ടിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കാണും. അയാൾ കയ്യിൽ നിന്ന് എന്തോ സാധനം അവിടെ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് അയാൾ അവിടെ വന്ന് നോക്കുന്നുണ്ടായിരുന്നോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇവള് പുറത്തിറങ്ങി ചെല്ലും. ഇവള് ചെന്ന് നോക്കുമ്പോൾ അവിടെ ബിയറിന്റെ കുറെ കുപ്പി, സിഗരറ്റ് എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ സ്ഥിരം ഇയാളുടെ പരിപാടി ഇതായിരുന്നു നമുക്ക് മനസ്സിലാവും. അന്നേരമാണ് അപ്പുറത്ത് ഉള്ള 2 പേര്, കുറച്ച് പ്രായമുള്ള 2 ആൾക്കാർ വരുന്നത്. അവർ ഹണ്ടിങ്ങിന് പോയതാണ്. ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ സെയോക്ക്? ഉടനെ തന്നെ വരണം, നല്ല ഫണ്ണാണെന്നൊക്കെ പറയും. അപ്പോൾ അവളതെല്ലാം ചിരിച്ച് കേട്ടോണ്ട് നിൽക്കും. ഉടനെ അവർ പറയും, അയ്യോ ഇനി അടുത്ത ദിവസം മുതൽ എന്ത് ചെയ്യും? അറിഞ്ഞില്ല, റെസ്റ്റോറൻറ്റ് പൂട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ ജയിലിൽ കിടന്ന അവരുടെ സഹോദരൻ വന്നിട്ട് എന്നും ഉപദ്രവമാണ് പൈസ ചോദിച്ചിട്ട്, അതുകൊണ്ട് അവർ ആ റെസ്റ്റോറൻറ്റ് കൊടുത്തിട്ട് ഇവിടുന്ന് പോകാനായിട്ട് പോവാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഇവർക്ക് ദേഷ്യം വരും. അപ്പം യങ്ജുവും അവിടെ ഒന്ന് നിൽപ്പുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ ദേഷ്യത്തിന് ഇവള് കാറും എടുത്ത് യങ്ജുവിനെ വിളിച്ചുകൊണ്ട് റെസ്റ്റോറൻറ്റിന്റെ ഫ്രണ്ടിൽ പോയി റെസ്റ്റോറൻറ്റ് തന്നെ നോക്കി ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ഇവന് പേടിയാവും. വേണ്ടാതൊന്നും ആലോചിക്കരുത്, അയാളൊന്നും ചെയ്യരുത്, ഇവിടെ അല്ലെങ്കിൽ നമുക്ക് വേറൊരു സ്ഥലത്ത് പോകാമല്ലോ, വേറെ എവിടെയെങ്കിലും പോയി കഴിക്കാമല്ലോ എന്നൊക്കെ പറയും. ഇത് എൻ്റെ റെസ്റ്റോറൻറ്റ് ആണെന്നാണ് ഇവള് പറയുന്നത്. അതെങ്ങനെയാ, മാരിയുടെ റെസ്റ്റോറൻറ്റ് അല്ലേ, അതെങ്ങനെ നമ്മുടേതാവും എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും ഇവിടെയാണ് കഴിക്കുന്നത്, ഇത് എൻ്റെ ആണെന്നാണ് ഇവള് പറയുന്നത്. അപ്പം എല്ലാ കാര്യങ്ങളോടും ഒരു ഒബ്സഷനാണ് ഇവൾക്ക്. ഇത് കാണുമ്പോൾ ഇവന് പിന്നെയും പേടിയാവും. എനിക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എക്സാം എഴുതി പാസ്സായാൽ മാത്രമേ എനിക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഇപ്പോൾ വേറെ ഒന്നും ചിന്തിക്കാൻ എനിക്ക് സമയമില്ല, വെറുതെ ആവശ്യമില്ലാത്തതിനൊന്നും പോകരുതെന്നൊക്കെ ഇവൻ കുറേ പറയുമ്പോഴത്തേക്കിനും സമ്മതിച്ചതായിട്ട് ഇവൾ പ്രിറ്റൻഡ് ചെയ്യും. അങ്ങനെ സമാധാനത്തിലാണ് അവൻ വീട്ടിലേക്ക് പോകുന്നത്. സെയോക്ക് പിറ്റേ ദിവസം വീണ്ടും കഴിക്കാനായിട്ട് അവിടേക്ക് തന്നെ വരും. ഒറ്റയ്ക്കാണ് വരുന്നത്. നോക്കുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് ഇയാൾ ഇരിപ്പുണ്ട്. നോക്കുന്നുണ്ട് അയാളുടെ കാലിൽ നിന്ന് ആ ഇലക്ട്രോണിക് മോണിറ്റർ മാറ്റിയിട്ടുണ്ട്. അപ്പം അത് റിമൂവ് ചെയ്യുമെന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇത് തന്നെയാണ് പറ്റിയ സമയം നമുക്ക് മനസ്സിലാവും. കുറച്ച് നേരം അയാളെ ഇങ്ങനെ നോക്കിയിരുന്നിട്ടാണ് ഇവൾ പുറത്തേക്ക് പോകുന്നത്. പുറത്ത് മഴ പെയ്യുന്നുണ്ട്, കുട എടുക്കാതെയാണ് ഇവൾ പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യും. ഇയാൾ കുട എടുത്തുകൊണ്ട് പുറകെ വരും. ഞാൻ പറഞ്ഞതിനെ പറ്റി ആലോചിച്ചോ, നമുക്ക് സോൾ വരെ പോയി വെറുതെ ഒരു ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് തിരിച്ചു വരാം. ആളുകൾ എന്ത് പറയുമെന്ന് എനിക്കറിയാം, ഇയാളൊരു ഫാർമസിസ്റ്റ് ഒക്കെ ആണല്ലോ, അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഇവളിങ്ങനെ നോക്കിയിട്ട് നാളെ ഇയാൾ ഫ്രീ ആണോ, എങ്കിൽ നമുക്ക് പോകാമെന്ന് പറയും. ഇയാൾക്ക് സന്തോഷമാവും. കുട ഇവക്ക് കൊടുക്കും. ഇവൾ ഇയാളെ നോക്കി ചിരിച്ചുകൊണ്ടൊക്കെയാണ് ഈ കുട വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഇയാൾക്കും സന്തോഷം. പിറ്റേ ദിവസം രാവിലെ പോരുന്നതിന് മുമ്പ് ഇവൾ കുറച്ച് ഗുളികയൊക്കെ പൊടിച്ച് വെള്ളത്തിൽ കലക്കി ഒരു ബോട്ടിലിൽ എടുക്കും. എന്നിട്ടാണ് കാറിൽ വരുന്നത്. ഇവനാണെങ്കിൽ സൈക്കിളിലാണ് വരുന്നത്. ഇവനെ വഴി വെച്ച് കാണും, കാറിൽ കയറാനായിട്ട് പറയും.
ഇയാൾ ആ വെയിലത്ത് സൈക്കിളിലാണല്ലോ അത്രയും ദൂരം വന്നത്. കയറി കഴിയുന്നുണ്ടെ ഫ്രണ്ടിലേക്ക് എടുക്കുന്നുണ്ടെ ഇവള് കയ്യിലിരുന്ന് കുപ്പി എടുത്ത് കൊടുക്കും, വെള്ളം കൊടുക്കുന്നതാണ്. ഭയങ്കര കെയറിങ് ആണല്ലോ. അയാൾക്ക് സന്തോഷം. എനിക്ക് കൊണ്ടുവന്നതാണോ എന്ന് പറഞ്ഞിട്ട് കുടിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ആണെന്നും പറയും. അവരങ്ങനെ തിരിച്ചു വരും. തിരിച്ചു വരുമ്പോഴത്തേക്കും ഇയാൾക്ക് തലയൊന്നും നേരെ നിൽക്കുന്നില്ല. ഇവളാണെങ്കിൽ ഒരു വലിയ റോള് പ്ലാസ്റ്റിക് വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ലിവിംഗ് റൂമിലേക്ക് കൊണ്ടുവെക്കാനായിട്ട് പറയും. നല്ല ഭാരമാണ്. ഞാൻ ഉണ്ടായോണ്ടല്ലേ ഇത് കൊണ്ടുവെക്കാനായിട്ട് പറ്റുന്നത്, ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, ആരും ഹെൽപ്പിനില്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട്. അപ്പോൾ അവളെല്ലാം ശരി വെച്ച് കൊടുക്കും. വന്നു കഴിഞ്ഞിട്ട് ഇയാൾ സെറ്റിലോട്ട് ഇരിക്കുമ്പോൾ ഇരിക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാന്ന് പറഞ്ഞു ഇവളകത്തേക്ക് പോകുമ്പോൾ ഇയാളുടെ കണ്ണ് അടഞ്ഞടഞ്ഞു പോകും. ഇവളെയാണ് ഫ്രണ്ടിൽ കാണുന്നത്. ഇവള് ഫ്രണ്ടിൽ വന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കും. അത് കണ്ടുകൊണ്ട് ഇയാളുടെ കണ്ണടഞ്ഞു പോകും. പിന്നീട് അയാൾ കണ്ണ് തുറക്കുമ്പോഴത്തേക്കും തറയിൽ കിടക്കുകയാണ്. അയാൾ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് അവിടെ എല്ലാം വിരിച്ചിട്ടിട്ടുണ്ട്. അതിന്റെ പുറത്താണ് ഇയാൾ കിടക്കുന്നത്. കൈയും കാലും മുഴുവൻ പ്ലാസ്റ്റർ ഇട്ട് ഒട്ടിച്ചു വെച്ചേക്കുവാണ്. അയാൾക്ക് അങ്ങോട്ട് കൊണ്ട് നീങ്ങാൻ പറ്റുന്നില്ല. വായിക്കകത്ത് തുണിയെല്ലാം കുത്തിക്കയറ്റി വെച്ചേക്കുവാണ്. ഒരക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല. അയാള് ഇത് പൊട്ടിക്കാനായിട്ട് നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അന്നേരത്തേക്ക് സേവക് അവിടേക്ക് വരും. എന്നിട്ട് മിണ്ടരുതെന്ന് ഇയാളുടെ അടുത്ത് കാണിക്കും. ഇയാൾക്ക് പ്രശ്നമാണെന്ന് മനസ്സിലായിട്ട് രക്ഷപ്പെടാനൊക്കെ ഇയാൾ ശ്രമിക്കുന്നുണ്ട്. ഇവൾ ഉടനെ കത്തി എടുത്ത് ഇയാളെ അങ്ങ് കുത്തും. കഴുത്തിനാണ് വെട്ടുന്നത്. അവിടെ ഫുൾ ബ്ലഡായി ഇയാൾ മരിക്കുന്നുണ്ട്. ഇവള് നോക്കി ചിരിക്കുവാണ് ചെയ്യുന്നത്. എന്നിട്ട് അവിടുന്ന് യങ്ജുവിനെ വിളിക്കും. യങ്ജു ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. നീ ഫ്രീ ആണോ? ആണെങ്കിൽ ഇപ്പൊ തന്നെ വീട്ടിലോട്ട് ചെല്ലും, അവിടെ കുറച്ച് ക്ലീനിങ് നടത്താനുണ്ടെന്ന് പറയും. അവന് കാര്യം മനസ്സിലാവും. അയാളൊന്നും ചെയ്തതെന്ന് ഞാൻ പറഞ്ഞല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി, ബോഡിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, ബാക്കി അവിടെ ക്ലീനിങ് ഒക്കെ ചെയ്യാനുണ്ട്, നീ വേഗം പോയി അത് ചെയ്യാനായിട്ട് വീണ്ടും പറയും. സേവക് ഒരു മൗണ്ടൻ സൈഡിലേക്ക് പോയിട്ട് അവിടെ കുഴിയെടുക്കാനായിട്ട് തുടങ്ങും. യങ്ജു ഈ സമയത്ത് ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം കൊണ്ട് വീട്ടിലെത്തി. അവിടെ അയാളുടെ ബ്ലഡ് ആയിട്ടുള്ള ഡ്രസ്സെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്തുകൊണ്ട് വന്ന് കത്തിക്കും. എന്നിട്ട് വലിച്ചോണ്ട് പോകുമ്പോൾ കുറച്ച് ചോരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ക്ലീൻ ചെയ്യും. ഇവൻ അകത്ത് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ഈ സാധനങ്ങൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസുകാർ അതുവഴി പോകും. പതിവില്ലാതെ ഒരുപാട് സാധനങ്ങൾ കത്തുന്ന കാണുമ്പോൾ അവർക്ക് കുറച്ചു നേരം നിർത്തി ഇങ്ങനെ നോക്കും. എന്തോ സംശയം തോന്നിയിട്ട് വന്ന് ബെല്ലടിക്കും. സേവക് കുഴിയെല്ലാം എടുത്തു കഴിഞ്ഞ് ഡെഡ് ബോഡി മാറ്റാനായിട്ട് തുടങ്ങുമ്പോൾ ആരോ അവിടേക്ക് വരുന്നെന്ന് മനസ്സിലാവും. നടന്നു വരുന്ന സൗണ്ട് കേൾക്കും. അപ്പോൾ ഈ തൂമ്പയും പിടിച്ചിങ്ങനെ നിൽക്കും. അടുത്ത് വരുമ്പോൾ നല്ല ഒരെണ്ണം കൊടുക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആരായാലും തലക്കിട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അടുത്ത് വരുമ്പോഴത്തേക്കിനും ഇവള് തൂമ്പ ഇങ്ങനെ മാറ്റാനായിട്ട് തുടങ്ങുമ്പോൾ ആരോ കണ്ണിലേക്ക് വെളിച്ചം ഓടിക്കും. നോക്കുമ്പോൾ അത് ഡോക്ടർ ചോയിയാണ്.